ഞാൻ പറഞ്ഞല്ലേ. അതെ, പിന്നെ അന്ന് ഞാൻ പറഞ്ഞത് എന്താണ്, എന്ത് ബോംബാണ് പൊട്ടിക്കാനുള്ളത് എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ ഇനിയൊരു ബോംബ് വരാണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ ഷെരീഫ തങ്ങൾ ഇപ്പോഴും പർദ്ദ ഇട്ടുകൊണ്ടാണ് പിന്നെ നടക്കുന്നത്. പിന്നെ ഈ തങ്ങൾ എന്നുള്ള ആ പേരും ഇതിൻ്റെ കൂടെ ഉണ്ട്. അവരെ ഒരു പ്രയോഗം തന്നെയുണ്ട്, ആത്മീയ മായാവികൾ. പക്ഷെ അവരിപ്പോഴും ആത്മീയ ചികിത്സകയാണ്. അപ്പോൾ ഇതൊരു വലിയ വൈരുദ്ധ്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുന്ന തങ്ങൾ ഫാമിലിയെ ബിംബങ്ങൾ ചില ഭാഗത്ത് നന്നായി തകർന്നു വീണിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, എനിക്കതിൽ ഏറ്റവും വലിയ സംഗതി തോന്നുന്നത് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്ന കുറേ കാര്യങ്ങൾ ഒരു എല്ലാ ഫാമിലിയിലും നടക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ കൂടുതലുള്ളത്. പക്ഷേ അത് ഇത്തരം ഒരു ഫാമിലിയിൽ എല്ലാവരും സയ്യിദ് ഫാമിലി എന്ന് പറഞ്ഞാൽ, തങ്ങൾ ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പിന്നെ അവരെ സ്നേഹിക്കുന്ന, ഒരു വേള അവർക്ക് ദിവ്യത്വം കൽപ്പിക്കുന്ന ആളുകൾ വരെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു ഫാമിലിയാണ്. ഈ ഫാമിലിയിൽ നിന്ന് ഉള്ള ഒരു പിന്നെ ബീത്താത്ത എന്ന് പറയാം. ചെറിയ കുട്ടികളെപ്പോലും ബീത്താത്ത എന്നാണ് സാധാരണ വിളിക്കാറുള്ളത്. അങ്ങനെ ഒരു ബീവി അവരുടെ ആത്മാത എങ്ങനെ എഴുതും എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ ഇത് നോക്കുമ്പോൾ ഇതിൽ ആരും പറയാത്ത കുറേ കഥകൾ, കുറേ പിന്നെ സംഗതികൾ ഇതിലുണ്ട്. എന്താ വെച്ചാൽ പിന്നെ തങ്ങൾ ജീവിതം, പഴയ കാലത്തുള്ള തങ്ങന്മാരുടെ പിന്നെ അകത്തളങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അപ്പോൾ എല്ലാ കാര്യങ്ങളും പിന്നെ നെഗറ്റീവായിട്ടൊന്നുമല്ല, കുറേ പോസിറ്റീവായിട്ടും ഇച്ചിരി നെഗറ്റീവായിട്ടും. അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ സമൂഹത്തിൽ ഏത് വിഭാഗത്തിലാണെങ്കിലും അതിൻ്റെ അകത്ത് കുറേ പുഴുക്കുത്തുകളുണ്ടാവും. ആ പുഴുക്കുത്തുകളെ തുറന്ന് കാട്ടിക്കൊണ്ട് പിന്നെ കുറേ ജീവിതാനുഭവങ്ങളും കാട്ടിയിട്ടുണ്ട്. അബുവിനെന്താ തോന്നിയത്? എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്കിതിനെ ഏറ്റവും ആദ്യം തന്നെ സ്ട്രൈക്ക് ചെയ്തത് ഇതിൻ്റെ പേരാണ്. പറയാനുണ്ട്. രണ്ടാമത്തെ വിഷയം ഷെരീഫ തങ്ങൾ. ഈ രണ്ട് സംഗതികളാണ് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇതെഴുതി തരാമെന്ന് പറഞ്ഞു. മാത്രമല്ല അവരുടെ ഭാഷ, അവർ എഴുതുന്ന അവരുടെ ശൈലി, ഇങ്ങനെ ഇത് ഏകദേശം എൻ്റെ അടുത്താണ്. അവരുടെ പിന്നെ പന്തലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ ജനിച്ചതും വളർന്നതും ഒക്കെ. ഞാൻ കരുവാരക്കുണ്ടാണ്. പക്ഷെ അവരിവിടെ എല്ലാം ജീവിക്കുന്നു തോന്നുന്നു. ഞാൻ ഇതുവരെ അവരെ കണ്ടിട്ടില്ല. ഷെരീഫ തങ്ങൾ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു കൗതുകം പറയാനുണ്ട്. അപ്പോൾ ഈ പറയാനുണ്ട് എന്നുള്ളത് എന്താണ് എന്ന് ഞാൻ അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കരമായി എന്നെ അത്ഭുതപ്പെടുത്തിയത്. കാരണം ഒരു ഭാഷ ഉണ്ട് അവർക്ക്, ഭാഷയുണ്ട്, ശൈലിയുണ്ട്. മാത്രമല്ല നമ്മൾ വായിക്കുന്നവരെ പിന്നെ ജിജ്ഞാസപ്പെടുത്തുന്ന അതൊക്കെയുണ്ട്. അതിലേറെ എനിക്ക് തോന്നിയൊരു സംഭവം, നമ്മളെ ഒന്നാമതായിട്ട് മുസ്ലിം പെണ്ണുങ്ങൾ എഴുത്തിൻ്റെ രംഗത്തേക്ക് തീരെ വന്നിട്ടില്ല. പ്രത്യേകിച്ച് ആത്മകഥയുടെ ഇതൊന്നും ഇല്ല. പക്ഷേ ഇവിടെ അതല്ല. ഈ ഷെരീഫ തങ്ങൾ എന്നുള്ള ആ എഴുത്തുകാരി താൻ ജീവിച്ചു തീർത്ത അല്ലെങ്കിൽ തന്നെ ആഞ്ഞുകൊത്തിയ അനുഭവങ്ങളുടെ വലിയൊരു ശേഖരം, അല്ലെങ്കിൽ നമ്മൾ പഴയ കാലത്ത് പറയാനൊരു വലിയ പത്തായം, ഓർമ്മകളുടെയും അനുഭവങ്ങളുടെയും വലിയൊരു പത്തായത്തിൻ്റെ ഉടമയാണ് നമ്മുടെ ഷെരീഫ തങ്ങൾ. അതിൽ നിന്ന് അവരുടെ അനുഭവങ്ങൾ ഒന്നൊന്നായിട്ടെടുത്ത് ഒരു തുറന്നെഴുത്താണിത്. തങ്ങൾ ഫാമിലിയെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ തങ്ങളാണ് OM, എനിക്കറിയാം. വർഷങ്ങളായിട്ട് നിങ്ങളായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. എന്നിട്ട് പോലും നമ്മളുടെ ഈ വലിയ അഗാധമായ സൗഹൃദമായിട്ട് പോലും തങ്ങൾ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് എനിക്ക് സഞ്ചരിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ വായിച്ചിട്ടുള്ളത് മലയാള സാഹിത്യത്തിൽ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകളിലാണ് ഖാൻ ബഹാദൂർ പൂക്കോയ തങ്ങൾ എന്നുള്ള ഒരു കഥാപാത്രം വരുന്നത്. അത് ഫിക്ഷനാണ്. അതേസമയത്ത് ഇവിടെ ഫിക്ഷൻ അല്ല, റിയാലിറ്റിയാണ്. ഷെരീഫ തങ്ങൾ അനുഭവിച്ച ജീവിതമാണ്. അതുമാത്രമല്ല അവരുടെ ബാല്യം, അവരുടെ കൗമാരം, അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് അവരനുഭവിച്ച പീഡന പരമ്പരകൾ, അതിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച് തൻ്റേതായ ഒരു വഴി സ്വയം കണ്ടെത്തി അവരുടെ പിറകെയുള്ള അനിയത്തിമാർക്കൊക്കെ ഒരു ജീവിതം കൊടുക്കാൻ കാണിച്ച ആ ധീരത, അതൊക്കെ ഈ വരികളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട്
നല്ല ഭാഷയിൽ ഒരു ഏറനാടൻ ബീവി എന്ന് തന്നെ അല്ലേ, ബീവി എന്നാണല്ലോ പറയാം. ആ ഏറനാടൻ ബീതാത്ത, ബീക്കുട്ടി, ബീക്കുട്ടി എന്നൊക്കെ പറയാം. എന്തായാലും ബീവിയുടെ, ഷെരീഫ തങ്ങൾ എന്ന ബീവിയുടെ ഈ ആത്മകഥ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇത് കാലം ആവശ്യപ്പെടുന്ന ഒരു കൃതിയാണ്. കാരണം വായിക്കേണ്ട പുസ്തകമാണത്. ഇതിനു മുമ്പ് നമ്മൾ പല സാഹിത്യങ്ങളും പല അനുഭവങ്ങളും നോവലുകളും ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും തങ്ങൾ ഫാമിലി, സയ്യിദമാരുടെ കുടുംബത്തിനകത്ത് നടക്കുന്ന എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയില്ല. തീർച്ചയായിട്ടും ഇത് വായിക്കുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ചില വിഗ്രഹങ്ങളൊക്കെ ഉടഞ്ഞു വീഴുന്നുണ്ട് എന്ന് വിചാരിച്ച് പിന്നെ പറ്റ അങ്ങോട്ട് തങ്ങൾ കുടുംബത്തെ ഇകഴ്ത്തിക്കൊണ്ടുള്ള ഒരു ഭാഷയോ അല്ലെങ്കിൽ ഒരു സംഭവം അല്ല. അവരുടെ അനുഭവങ്ങളെ എനിക്കൊന്ന് നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് തന്നോ, ഷെരീഫ ബീവി എഴുതിയ ഈ അനുഭവം എന്ന് പറഞ്ഞത്, അതിൽ തങ്ങൾ ഫാമിലി അല്ലെങ്കിൽ തങ്ങന്മാർ എന്ന് പറയുന്ന ആ വിഭാഗത്തെ ഒരിക്കലും അധിക്ഷേപിച്ച് കണ്ടില്ല. ഇല്ല, അത് എനിക്കും തോന്നുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ അവരുടെ ഈ ഇപ്പോൾ അതിലൊരു ഉദാഹരണം പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെറിയൊരു സംഭവം പറയാം. അതിൽ പറയുന്നുണ്ട് അത് സ്വയം വിമർശനം എന്നാ ഞാൻ പറയാം. അവർ തങ്ങന്മാരൊരിക്കലും പിന്നെ കൈ മടക്കി പരിചയമില്ല, ശീലമില്ല. അവർക്ക് കൈ നീട്ടിയേ പരിചയമുള്ളൂ. ഇതിൽ എല്ലാം ഉണ്ട്. അതിൽ അവരെ വേറെ മുസ്ലിയാക്കന്മാരെയും കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് ഉപമകളുണ്ട്, ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. പക്ഷെ എന്നെ അതിലേറെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഈ ഇത്രയും പോരിശയാക്കപ്പെട്ട തങ്ങന്മാരുടെ ഇടയിൽ ഉള്ള ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പിണക്കങ്ങൾ, നമ്മൾ പടലപ്പിണക്കങ്ങൾ എന്നല്ല, ചെറിയ പിണക്കങ്ങൾ, അതിങ്ങനെ വലുതായി വരുന്ന പകയുടെ, ഇതിലൊരു അധ്യായം തന്നെയുണ്ട്, പകയുടെ പർദ്ദക്കൂട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതിൽ പകവിത്തുകൾ മുളക്കുന്ന ഇടം, ഇങ്ങനെയൊക്കെയുള്ള വളരെ കൗതുകകരവും രസകരവുമായ ടൈറ്റിലുകളും അതോടൊപ്പം തന്നെ അതിനോട് ഏറ്റവും മാച്ചായ ഭാഷയിൽ ആ അനുഭവത്തെ, ഒരു തീവ്രമായ അനുഭവത്തെ വായനക്കാരിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഷെരീഫ തങ്ങൾക്ക് ഈ പുസ്തകത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. പ്രത്യേകിച്ച് ഏറനാടൻ ബീവിയുടെ അല്ലെങ്കിൽ ഏറനാടൻ ഒരു ബീത്താത്തയുടെ ആത്മകഥ എന്ന് പറയുന്നത് നല്ല മാർക്കറ്റുള്ള, പക്ഷേ ഇവർ അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അവരോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതുകൊണ്ട് വിറ്റ് കിട്ടുന്നതുകൊണ്ട് അവർ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുകയാണ് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു തങ്ങൾ, പിന്നെ അവർ മാത്രമല്ല അവർ ആത്മീയ ചികിത്സ നടത്തുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന വർക്കിൽ നിന്നുകൊണ്ട് ആ തങ്ങൾ കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അതിനകത്തുള്ള ചില പിന്നെ നമ്മൾ പറയുമ്പോൾ പിന്നെ നല്ലതും ചീത്തയും അത് രണ്ടും ഒരുപോലെ അവതരിപ്പിക്കാൻ ധൈര്യം കാണിച്ചു, അത് തൻ്റെ ഇടം കാണിച്ചു എന്നുള്ളതാണ് ഷെരീഫ തങ്ങൾ എന്ന എഴുത്തുകാരിയുടെ വലിയ മേന്മ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ്? എനിക്ക് അനുഭവപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവരുടെ സ്നേഹം, അത് ബാപ്പയോടുള്ള സ്നേഹം, അതാണ് ഞാൻ ഉമ്മയോടുണ്ട്. പക്ഷേ ഉമ്മയോടുള്ള സ്നേഹവും ബാപ്പയോടുള്ള സ്നേഹവും തമ്മിൽ എൻ്റെ ഡിഫറൻ്റ് ആണ്. എന്നാലും അത് പറഞ്ഞു വരട്ടെ. പിന്നെ തോക്കിൻ്റെ ഉള്ളിൽ പിന്നെ അതായത് ബാപ്പയോടുള്ള സ്നേഹത്തിന് അവരൊരു അധ്യായം എഴുതി. ആ അധ്യായം മാത്രമല്ല, പിന്നെ ഇടയ്ക്കൊക്കെ ബാപ്പയോടുള്ള, അതായത് അതിൽ ബാപ്പയുടെ സ്വഭാവം, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മതേതരത്വമൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഈ അവർക്ക് ജാതിയില്ല, മതമല്ല, ഭേദമല്ല, എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ച പിതാവിനെ കുറിച്ച് അവരുടെ വർണ്ണന, മാത്രമല്ല പിതാവിൻ്റെ പിന്നെ വിയോഗത്തെക്കുറിച്ച്, ഒരു ആക്സിഡൻറ്റിലാണ് മരിച്ചത്, തീർച്ചയായിട്ടും ആ വിയോഗത്തെക്കുറിച്ചൊക്കെ അവർ പറയുമ്പോൾ നമ്മളെ കണ്ണ്, ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് മരിക്കുന്നത്, അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് സ്നേഹത്തിൻ്റെ അങ്ങേയറ്റം അവരവിടെ കാണിക്കുന്നുണ്ട്. വളരെ പിന്നെ നമ്മുടെ മനസ്സ് പതറിപ്പോകുന്ന രൂപത്തിലുള്ള വർണ്ണനകളാണ് ബാപ്പയെക്കുറിച്ച്. തീർച്ചയായിട്ടും. അതുപോലെ അതില് ഈ ഇതിലുള്ള ഒരു കാര്യം കൂടി, പിന്നെ അവർ ശിഥിലമായി അങ്ങനെ അവരുടെ കുടുംബം പറിച്ച് പന്തല്ലൂരോ പന്തല്ലൂരിലേക്ക് മാറ്റിപ്പോകേണ്ടി വന്നു. അപ്പോഴൊക്കെ ഈ പിന്നെ പെൺകുട്ടികളൊക്കെ അനുഭവിച്ച ഒരുപാട് വിഷമതകൾ അവരെല്ലാം കണ്ട്, പിന്നെ അതുപോലെ അവരുടെ ബാപ്പ അവർക്ക് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത്, അവരുടെ പിന്നെ ഒരു ആൺകുട്ടിയെ പോലെയാണ് എന്നെ വളർത്തിയത് പലയിടത്തും പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ ഇതുകൾ അതിൽ വായിച്ചിങ്ങനെ പോകുമ്പോൾ മനസ്സിന് വല്ലാതെ
സ്വാധീനിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ ബാപ്പയെ പോലെ തന്നെ ഷെരീഫ തങ്ങളെ ഒരു വലിയ വീക്ക്നെസ് അല്ലെങ്കിൽ ഏറ്റവും വലിയ അഗാധമായ സ്നേഹം കൊടുത്തിട്ടുള്ളത് അവരുടെ ഒരു അനിയത്തിയുണ്ട്, മുത്തുമോൾ എന്ന് പറയും. മുത്തുമോള്. അയ്യോ, അത് വായിച്ചു കഴിയും. ഈ മുത്തുമോളെ ജീവിതമൊക്കെ നമ്മൾ വായിച്ചു കഴിയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ അതിജീവനുണ്ടോ എന്നൊക്കെ പറയും. റിയലി എനിക്കത് ആ ഒരു ആ കുട്ടി മരിച്ചുപോയി, അവരുടെ അനിയത്തി. പക്ഷെ അത് മരിക്കാനുണ്ടായ കാരണങ്ങൾ, അവരെ വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്, അവിടുന്ന് അവരുടെ ഭർത്താവ് ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നത്, അത് ഒരുപാട് സംഗതി. അതൊന്നും ഇപ്പോൾ നമുക്ക് ഇത് നമ്മളെ ഈ ചർച്ചയിൽ പോലും എനിക്ക് പറയാം ഇതാണ്. കാരണം അത് വായിച്ച് അനുഭവിക്കേണ്ടതാണ്. അതൊക്കെ അതിഭീകരമായ സംഗതികളാണ്. അതേപോലെ തന്നെയാണ് ഈ ഷെരീഫ ബീവിയെയും വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിക്കുന്നുണ്ട്. അവിടെ കഴിച്ചു പോയിട്ട് അവർ ഒരു വലിയ തറവാട്ടിൽ ജീവിക്കുകയും അവരുടെ അമ്മായിമ്മയും ഈ ഷെരീഫ തങ്ങളും തമ്മിലുണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങൾ, ഇവരുടെ പ്രായത്തെ ഈ ബാല്യം തന്നെ പറയാം, അതുപോലും മനസ്സിലാക്കാതെ നിരന്തരം പഴയകാലത്ത് അമ്മായിമ്മ പോരും എന്ന് പറഞ്ഞ് അതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്. അത് ഷെരീഫ ബീവി എഴുതുമ്പോൾ അത് വായിച്ച് ആസ്വദിക്കുമ്പോൾ നമ്മൾ ആ കാലത്തേക്ക് പോവുകയാണ്. അന്നത്തെ ഈ സ്റ്റൗമായ കുറേ കാര്യങ്ങൾ പ്രസവ എണീറ്റ് ഓടുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു കാര്യം ഇപ്പൊ നമ്മൾക്ക് രസം, അലക്ക് മെഷീനും മിക്സി ഇതെല്ലാം ഉണ്ടെങ്കിൽ അതൊന്നും ഉപയോഗിച്ച് കറണ്ട് കളയരുത് എന്ന് പറഞ്ഞ് ഈ കുട്ടി ഇവരെ കൊണ്ട് അമ്പിയിൽ അർപ്പിക്കുകയും പിന്നെ വസ്ത്രങ്ങൾ തിരുമ്പിക്കുകയൊക്കെ ചെയ്യുന്ന സംഗതികളൊക്കെ വളരെ അത് ടച്ചിങ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇത് കഥയല്ല, അതുപോലെ വേറെ ഭാവനയല്ല, ഇത് അവരനുഭവിച്ചതാണ്. അതിലൂടെ നീന്തി വന്ന് ഇപ്പോൾ അവരെത്തിയ ഒരു സ്റ്റാൻഡ് ഉണ്ട്. അവർ സ്വന്തം അതിനവർ നന്ദി പറയുന്നത് ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ അവരുടെ ഫാദറിനോടാണ്, അവരുടെ ബാപ്പയോടാണ്. ഈ ബാപ്പയോടുള്ള അഗാധമായ സ്നേഹവും ആ ബാപ്പയെ പിൻപറ്റിക്കൊണ്ട് ബാപ്പയുടെ സ്വഭാവ സവിശേഷതകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടും തൻ്റെടിയായിട്ടാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെ ഈ ഏറനാട്ടിൽ നിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു തങ്ങൾ കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉയർന്നു വരികയും അതോടനുബന്ധിച്ച് ഇങ്ങനെ എഴുതാൻ ഒരു ധൈര്യം കാണിക്കുകയും ചെയ്തതിൽ തീർച്ചയായിട്ടും അവരെ അഭിനന്ദിക്കേണ്ടതാണ്. ഭയങ്കരമായിട്ട് പേടിച്ച സംഗതിയാണ്. അതായത് ഇത് ഈ സമൂഹത്തിന് ആകെ തള്ളിപ്പറയുന്ന ഒരു പുസ്തകമാണോ എന്ന് എനിക്ക്, കാരണം ഞാനും ഫാമിലി പെട്ട തീർച്ചയായിട്ടും അപ്പോൾ തള്ളിപ്പറയുന്നതാണോ എന്ന് ആദ്യം സംശയിച്ചു. തങ്ങൾ എന്ന പേര് പറഞ്ഞും കൊണ്ട് തട്ടിപ്പ് പല സ്ഥലങ്ങളിലും ഉണ്ട്. ഉറുക്ക് വെള്ളം ഏലസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് അതിന്റെ ഒറിജിനാലിറ്റിയും പറയുന്നുണ്ട്, പിന്നെ അതിന്റെ പേരിലുള്ള തട്ടിപ്പും പറയുന്നുണ്ട്. അതിനെ ആത്മീയ തട്ടിപ്പുകളെ കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതിനെ കുറിച്ച് വേറെ പുസ്തകം വരാനുണ്ട്, പുതിയ പുസ്തകം. അതും കൂടെ ഞാൻ പറയാം. ഇപ്പൊ നിങ്ങളെ ചോദിച്ചപ്പോൾ അവരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഒരു 2ാം ഭാഗം എന്നുള്ള രീതിയിൽ ആത്മീയ കലാപങ്ങൾ എന്നാണ് അത്ര അതിന്റെ പേര്. മനോഹരമായ പേരല്ലേ അത്. അല്ല, അവര് വിവാദത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നത് അതാണ്. ഇതൊക്കെ വേറെ ആരെങ്കിലും കയ്യിലായിരുന്നെങ്കിൽ അവർ വിവാദമുണ്ടാക്കി മാർക്കറ്റ് ചെയ്തിരുന്നു. ഇത് അവരുടെ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് അവരിത് എഴുതി കഴിഞ്ഞു എന്നുള്ളതിനെ വലിയ അംഗീകാരമാണ്. അപ്പൊ ഇനി ഇത് ആളുകൾ വായിക്കണം. മറ്റുള്ള ആളുകളൊക്കെ ആണെങ്കിൽ സ്വന്തം പബ്ലിസിറ്റി ഒക്കെ. ഇത് മാത്രം ഈ പുസ്തകം മാത്രമല്ല, അവരുടെ ചില കുറിപ്പുകളൊക്കെ ഫേസ്ബുക്കിൽ വായിക്കാം. പക്ഷെ ഈ പർദ്ദയുടെ കാര്യം അവർ പറയുന്നത് സുരക്ഷിതത്വം, ആരൊക്കെ എന്തൊക്കെ ആക്ഷേപിച്ചാലും ആ പർദ്ദക്കുള്ളിലെ സുരക്ഷിതത്വത്തെ കുറിച്ച് അവർ പറഞ്ഞത് അത് എന്നെ വല്ലാതെ ആകർഷിച്ചു. തീർച്ചയായിട്ടും അത് അംഗീകരിക്കപ്പെടേണ്ട സംഗതിയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു സംഗതി, ഞാനിപ്പോൾ ഈ പുസ്തകത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ഇപ്പോൾ മലയാളത്തിലെ എഴുത്തുകാരൊക്കെ അവരവർ ജീവിക്കുന്ന സമൂഹത്തിലും സമുദായത്തിൻ്റെയും ഒക്കെ ജീവിതമാണ് പകർത്തിയത്. ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ തെക്കൻ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളധികവും. MT വാസുദേവൻ നായർ വള്ളുവനാടൻ നായർ തറവാടുകളിലെ ജീവിതമാണ് എഴുതിയത്. പുനത്തിൽ ഇവിടെയുള്ള ഈ പിന്നെ വടകര ഭാഗത്തിൽ NP കോഴിക്കോട് നഗർ. അപ്പം ഇങ്ങനെ എഴുതി, അതായത് ഖാദർ എത്തിക്കോട്ട് നമ്മളെ ജീവിക്കുന്ന സമൂഹവും ജീവിക്കുന്ന സമുദായത്തിലും ഉണ്ടാകുന്ന ഇതുപോലെയുള്ള ചെറിയ ചെറിയ തെറ്റ്, അല്ലെങ്കിൽ അവരുടെ ഈ നിങ്ങൾ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പുഴുക്കുത്തുകൾ, അല്ലെങ്കിൽ ചീത്ത സംഭവങ്ങൾ, ഇതിനെയൊക്കെ നമ്മൾ തുറന്നു കാണിക്കാനുള്ള ധൈര്യമാണ് കാണിക്കുന്നത്. അത് മറ്റുള്ളവർ ഫിക്ഷനിലൂടെയാണ് കാണിച്ചെങ്കിൽ ഇവർ കൃത്യമായ ഇതോടുകൂടെ തന്നെ
ആത്മകഥയിലൂടെയാണ്, തൻ്റെ അനുഭവമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇടയിലേക്ക് വന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പുസ്തകം ഇനിയും ഒരുപാട് വായിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ള പലതും അതിശയോക്തിയായിരിക്കും. അല്ല അതില് അല്ല ഫിക്ഷനിൽ ഭാവന വരും, നുണ വരും, അല്പം യാഥാർത്ഥ്യം അങ്ങനെ. പക്ഷെ ഇതിലങ്ങനെയല്ല, ഇതിൽ 100% റിയാലിറ്റി യാഥാർത്ഥ്യം. അങ്ങനെ അറിഞ്ഞൂടായിട്ടാണോ? അങ്ങനെ ആവില്ല. അവർക്ക് നല്ല വായനയുണ്ട്, എഴുതാനുള്ള എല്ലാവിധ കഴിവുണ്ട്, ഉള്ളത് പറയാന്നുള്ളതാണ്. അപ്പോൾ വേറൊരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഓയമേ, ഈ പുസ്തകത്തിൽ ഇപ്പോൾ ആത്മീയ ചികിത്സയെക്കുറിച്ച് ഇവർ പറയുന്നുണ്ട്. അവരെ ഒരു പ്രയോഗം തന്നെയുണ്ട്, ആത്മീയ മായാവികൾ. പക്ഷെ അവരിപ്പോഴും ആത്മീയ ചികിത്സകയാണ്. അപ്പോൾ ഇതൊരു വലിയ വൈരുദ്ധ്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇനി അവരോട് ചോദിക്കുമ്പോൾ അവർ അതിന് മറുപടി ഉണ്ട്. അല്ല, നിങ്ങൾ പറയുന്നതല്ല, അവർ ഇത് തന്നെ പറയുന്നത് അവർ പെർഫെക്റ്റായ ആത്മീയ ചികിത്സയാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പല ആത്മീയ ചികിത്സകരും അവർ മതത്തെ വിറ്റ് തിന്ന് ജീവിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. അങ്ങനെ നമ്മളുടെ എല്ലാ മതങ്ങളിലും ഉണ്ട് ഇതേപോലെ മതത്തെ വിറ്റ് തിന്ന് ജീവിക്കുന്ന ആളുകൾ. ആത്മീയതയാണ് ഇപ്പൊ ഏറ്റവും നല്ല കച്ചവടം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് പറഞ്ഞിട്ട് പിന്നെ നല്ല ഖുർആൻ സൂക്തങ്ങൾ അതെ നിങ്ങൾ പറയുന്നെങ്കിൽ ഞാനിത് പറയട്ടെ. അപ്പൊ എനിക്ക് തോന്നിയ ഒരു സംഭവം ഇതാണ്, ആത്മീയ ചികിത്സയെക്കുറിച്ച് വളരെ നിശിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഷെരീഫ തങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അവരിപ്പോഴും ആത്മീയ ചികിത്സ നടത്തുന്നു എന്നുള്ളത്. പക്ഷെ അത് ഈ പുസ്തകം അതിനുള്ളൊരു ആൻസർ തരുന്നുണ്ടോ, ഉത്തരം തരുന്നുണ്ടോ എന്ന് എനിക്കൊരു ചെറിയ സംശയം. അത് മാത്രമല്ലല്ലോ, ആത്മീയ ചികിത്സക്കാരെ എത്രയോ ആളുകളെ പിടിക്കപ്പെടുന്നു വേറെ മറ്റുള്ള പ്രവർത്തനങ്ങളുടെ പേരിൽ, വേണ്ടാത്ത പ്രവർത്തനങ്ങളുടെ പേരിലൊക്കെ പിടിക്കപ്പെടുന്നതൊക്കെ നമ്മൾ കാണുന്നില്ലേ. അങ്ങനെയുള്ള ഒരുപാട് വഴിവിട്ട ആത്മീയ ചികിത്സ ഉണ്ട്. അതിനെ അവർക്ക് എതിർക്കാം. അതേപോലെ തന്നെയാണ് നേരായ മാർഗത്തിലൂടെ ആണ് അവർ പോകുന്നത്. അതെ, അത് നമുക്ക് കാലം സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. എങ്കിൽ ഇതേപോലെ തന്നെയാണ് പർദ്ദ എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്. പക്ഷെ ഷെരീഫ തങ്ങൾ ഇപ്പോഴും പർദ്ദ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. പിന്നെ ഈ തങ്ങൾ എന്നുള്ള ആ പേരും ഇതിൻ്റെ കൂടെ ഉണ്ട്. അല്ല, പർദ്ദ ധരിക്കുക എന്ന് പറഞ്ഞത് അത് പല വശങ്ങളുണ്ടായിരുന്നു. കാപട്യം, പർദ്ദക്കുള്ളിലെ കാപട്യം എന്ന് കേട്ടിട്ടുണ്ടോ? എല്ലാത്തിനും. അതുപോലെ തന്നെ ആത്മീയ ചികിത്സക്കിടയിലെ കാപട്യം, ആ കാപട്യത്തെയാണ് ഈ ഷെരീഫ തങ്ങൾ എതിർക്കുന്നത്. അല്ല, നേരെ ചൊവ്വ വരുന്നതിനെ എതിർക്കുന്നില്ല. കാരണം വിശുദ്ധ ഖുർആൻ അടക്കം സാക്ഷിയല്ലേ ഹിജാബ് മറച്ചിടാൻ. അതായത് മറക്കേണ്ടതൊക്കെ ഒരു പക്ഷെ നിങ്ങൾ ചിലപ്പോ ഒരു മിനിറ്റ് പറഞ്ഞിട്ട് അധ്യാപകനായിരിക്കാം. അന്ന് ഒരു മറ കെട്ടിയിട്ട് അപ്പുറത്തുനിന്ന് ചോദ്യം ചോദിക്കുകയും ഉത്തരം പറയിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അവിടെ നിന്നും മാറി ഇപ്പോൾ കുട്ടികളെ എഴുത്തും വായനയും പഠിക്കുകയും മാത്രമല്ല ഇതുപോലെ പുസ്തകം എഴുതാൻ തുടങ്ങിയില്ലേ. അപ്പോൾ അതൊരു വലിയ പുരോഗതി. ആ ഒരു അർത്ഥത്തിൽ എന്തായാലും എനിക്ക് ഷെരീഫ തങ്ങൾ ഇപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പർദ്ദ ഇട്ടുകൊണ്ട് പർദ്ദയെ വിമർശിക്കുകയും ആത്മീയ ചികിത്സ നടത്തിക്കൊണ്ട് ആത്മീയ ചികിത്സയെ വിമർശിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതിലെ ഒരു എന്താ പറയുക, ഒരു നിഷ്കളങ്കത ഉണ്ട്. നിഷ്കളങ്കത എന്ന് തന്നെ പറയാം രണ്ടും. അതായത് അവർ ചെയ്യുന്നതിൻ്റെ ഒരു സത്യസന്ധത, അവർ മറുഭാഗത്തെ അതിനെ ഇപ്പം നേരത്തെ പറഞ്ഞ വിറ്റ് നിന്ന് ജീവിക്കുന്ന അതിനെതിരെ അവർ ചെയ്യുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് എനിക്ക് തോന്നുന്നു. അത് ഒരുപാട് മാറ്റങ്ങൾ, അത് നമ്മുടെ കണ്ണു മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മാറ്റം. ചിത്രം പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ എവിടം വരെ എത്തി. ചലച്ചിത്രം, അതായത് സിനിമയല്ല പറയുന്നത്, സിനിമയല്ല പറയുന്നത്, ചലിക്കുന്ന ചിത്രം. ചലിക്കുന്ന ചിത്രങ്ങൾക്കും ഇതിലല്ലല്ലോ. നമ്മുടെ പണ്ഡിതന്മാരടക്കം ചലിക്കുന്ന ചിത്രത്തിൽ ഇത് വാർത്താമാധ്യമങ്ങളിലൊക്കെ അവരെ കാണുന്നില്ലേ. അത് ഇതാന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ചെല്ലാതിരിക്കുന്നില്ലല്ലോ. ഇപ്പൊ തന്നെ ഉണ്ട് നമ്മുടെ പണ്ഡിതന്മാർക്കിടയിൽ ഇത് ഈ ഉച്ചഭാഷിണി ഉപയോഗിക്കാൻ പറ്റാത്തവരുണ്ട്, പറ്റുന്നവരുണ്ട്. അതൊക്കെ ഒരു കാലത്ത് അങ്ങനെ അതുപോലെ കല്യാണത്തിന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന വീഡിയോ. പക്ഷെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കില്ല. അബുവിന് ഇതിനപ്പുറം ഇതേ രൂപത്തിൽ അങ്ങനെ ആരെങ്കിലും എഴുതിയതായിട്ട് അറിവുണ്ടോ? അത് ഇതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു ഇത് ഈ പുസ്തകത്തിലേക്ക് എന്നെ ആകർഷിച്ചത് തന്നെ അതിൻ്റെ പേരും
എഴുത്തുകാരിയുടെ പേരുമാണ്. രണ്ടാമത്തത് പിന്നെ തങ്ങൾ കുടുംബത്തിലുള്ള ഒരു എഴുത്തുകാരി കൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പുസ്തകം ഞാൻ വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ്, നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് അടിസ്ഥാനപരമായി എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുന്ന തങ്ങൾ ഫാമിലിയെ ബിംബങ്ങൾ ചില ഭാഗത്ത് നന്നായി തകർന്നു വീണിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, എനിക്കതിൽ ഏറ്റവും വലിയ സംഗതി തോന്നുന്നത് എനിക്ക് തോന്നിയില്ല. അല്ല, ഞാൻ അതിൽ പറയണത് ഇപ്പം നമ്മൾ ഇപ്പം സാധാരണ മനുഷ്യർ തന്നെ പിണക്കം ആണെങ്കിൽ 3 ദിവസത്തിൽ അധികം പിണങ്ങി നടക്കാൻ പാടില്ല സഹോദരങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് 33 കൊല്ലം കഴിച്ചിട്ടും പിന്നെ പകവെച്ച് പുലർത്തി നടക്കുന്ന ആളുകളതിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താണ്, ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ട് എന്ന് ഷെരീഫ തങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. ആ രീതിയിൽ എനിക്ക് വളരെ ഗുണം ചെയ്തു എന്നാണ് ഞാൻ പറയുള്ളൂ. മോശമായിട്ട് ഇതിലൊന്നുമില്ല, കാരണം ഇത് എഴുതുക എന്നുള്ളതിൻ്റെ ഒരു വലിയ ടാസ്ക് ആയിരുന്നു. അത് ധൈര്യപൂർവ്വം അവർ ചെയ്തു എന്നുള്ളതാണ്. അല്ലാണ്ട് അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് മറ്റേ വൈരുദ്ധ്യം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ല, അത് രണ്ടും ഉള്ളൂ. ഏത് നെഗറ്റീവ് അഭിപ്രായങ്ങൾ അല്ല, നെഗറ്റീവ് തോട്ട്സ് ഇതിൽ വന്നത് ഇത്രയേ ഉള്ളൂ. അതും അവരോട് ചോദിച്ചപ്പോൾ അവരെന്നെ അതിൽ തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വായിച്ചു കഴിയുമ്പോൾ അവർ 2 തരത്തിലുള്ള ആത്മീയ ചികിത്സ ഉണ്ട്. പിന്നെ പർദ്ദക്കിൻ്റെ 2 വശം, അതായത് അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൃത്യമായി അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സംതൃപ്തനാവുക. പിന്നെ ഈ കാലാണ് ഇതൊക്കെ തീരുമാനിക്കേണ്ടത്. പക്ഷേ എങ്കിൽ പോലും വർത്തമാനകാല കേരളീയ അവസ്ഥയിൽ തങ്ങന്മാരെ കുറിച്ചുണ്ടായ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇത് ഞാനാണ് പറഞ്ഞു തന്നോട്ടെ. അല്ല, ഇത് പറഞ്ഞോ, അതിൽ ഒരു ബോംബ് ഇടുന്നുണ്ട് എന്ന് ഇവർ പറയുന്നുണ്ട്. അതായത് അടുത്ത പുസ്തകം അതൊക്കെ അല്ല, എന്നാലും ഞാൻ ഇത് കൺക്ലൂഷൻ ചെയ്യാണ്. വർത്തമാനകാല കേരളീയ അവസ്ഥയിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഒരു തങ്ങൾ ഫാമിലിയിൽ നിന്നും ജനിച്ചു വളർന്ന ഒരു വനിതയുടെ ഒരു പുസ്തകം എന്നുള്ള നിലയ്ക്ക് ഇത് വായിക്കപ്പെടണം എന്നുള്ള, അത് നെഗറ്റീവോ പിന്നെ പോസിറ്റീവോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പിന്നെ ഷെരീഫ തങ്ങൾ എന്നെ സമീപിച്ച കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പങ്ങൾ ഒരു വളരെ സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്നോട്ടോ എന്നൊരു ചെറിയ സൂചന തന്നിട്ടുള്ളൂ. പിന്നെ ഇതേ സാധനം തന്നെ ഞാൻ വായിച്ചു കഴിഞ്ഞതിന് ശേഷം എൻ്റെ 1-2 സുഹൃത്തുക്കളോട്, നിങ്ങളോട് മാത്രമല്ല, നിങ്ങൾക്കറിയാലോ, നമ്മളെ ഗാംഗപ്പെട്ടവരോട് പറഞ്ഞു. പിന്നെ എൻ്റെ സാഹിത്യ സുഹൃത്തുക്കളായ ഒരു 2-3, അപ്പോൾ ഇവരൊക്കെ എന്നോട് പറഞ്ഞത്, ഈ കഥയും സാഹിത്യമൊക്കെ അതാ ലോകത്ത് ഇങ്ങനത്തേനൊക്കെ ചിലപ്പോൾ അത് തീക്കൊള്ളി കൊണ്ട് ചൊറിയണ്ട, അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്, ഒന്ന് സൂക്ഷിച്ചുകൊണ്ടു. പക്ഷേ ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ ഒരു അവകാശമായിട്ട് എനിക്ക് തോന്നിയത്, ഇതിന് ഞാൻ എഴുതണം എന്ന് എനിക്ക് സ്വയം തോന്നുന്നതാണ് ഇത്. അത് കഴിഞ്ഞ് ഇപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വായിച്ചു കഴിഞ്ഞപ്പോൾ? എനിക്ക് തോന്നുന്നതെന്നോ, ഞാൻ പറഞ്ഞതല്ലേ, അതെ, പിന്നെ അന്ന് ഞാൻ പറഞ്ഞത് എന്താണോ, എന്ത് ബോംബാണ് പൊട്ടിക്കാനുള്ളത് എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ ഇനിയൊരു ബോംബ് വരാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ അത് ഇപ്പൊ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതുപോലെ ഉള്ള കുറേ ഇതിന് കാശ് വാങ്ങിക്കണോ? ഇത് നല്ലൊരു പുസ്തകമല്ലേ? കാശ് അല്ല, അങ്ങനെ കാശൊന്നും വാങ്ങുന്ന ആളല്ല കേട്ടോ. അതായത് ഞാൻ അവരോട് പറഞ്ഞത്രേ ഉള്ളൂ, നിങ്ങൾ പുസ്തകം അയക്കും, ഞാൻ വായിച്ചതിന് ശേഷം എന്താണെങ്കിൽ ചെയ്യാം. ഏതായാലും നല്ല കാര്യമാണിത്. പിന്നെ ഒന്നാമത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇങ്ങനത്തെ ഒരു എഴുത്തുകാരി വരിക എന്ന് പറയാം. ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിലെ പോസ്റ്റുകളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇത് മുഴുവൻ വായിച്ചപ്പോഴാണ് നമ്മുടെ പിന്നെ അതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലായത്. ഏതായാലും ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇനിയും നമുക്ക് ഇതുപോലെ ഒത്തുകൂടണം. ഓക്കെ, താങ്ക്സ്.